ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്, ആറ്റിങ്ങൽ. എൻ്റെ പേര് റിജി എന്നാണ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. ഹാർട്ടിൻ്റെ അസുഖമാണ്. 11 ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ ഒരു 10-11 മാസമായിട്ട് മോൾക്ക് ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു, 58 ഉള്ളായിരുന്നു. അതുപോലെ BP 52 ഉള്ളായിരുന്നു. അതിനുശേഷം വീട്ടിൽ സ്ഥിരമായി ഓക്സിജൻ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 6-7 മാസമായിട്ട് മോൾക്ക് ഒരു വെട്ടൽ വന്നു. ശരീരം ഫുള്ള് വെട്ടലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. 4 പേരും കൂടെ ആണ് എൻ്റെ മോളെ ഇങ്ങനെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, ആംബുലൻസിൽ ഓക്സിജനോട് കൂടി. അപ്പോൾ ശ്രീചിത്രയിലാണ്, 26 വർഷമുണ്ട് ശ്രീചിത്രയിലാണ് കാണിക്കുന്നത്. അവിടെ കൊണ്ട് ചെന്ന് 2 ദിവസം ICUയിൽ കിടന്നു. ICU കിടന്നപ്പോൾ മോക്ക് ഡോക്ടർ സകല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് മോക്ക് ഒരു അസുഖവും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞപ്പോൾ കൂടുതൽ അവളെ ചിന്തയായിരിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാലും ഡോക്ടർ ഈ വെട്ടൽ മാറുന്നില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. വീണ്ടും പിറ്റേ ദിവസം കൂടുതലായി. മോളെ ശരീരം മൊത്തം വേദന, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി, തുണി ചുറ്റി കഴുത്തിൽ ഇറുക്കി പിടിച്ച് കെട്ടുമായിരുന്നു വേദന കൊണ്ട്. എന്നിട്ട് അത് സഹിക്കാൻ വയ്യാതെ വീണ്ടും ഞാൻ ശ്രീചിത്രയെ കൊണ്ടുപോയി അവിടെ ന്യൂറോയിൽ കിടത്തിയപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ വീണ്ടും പരിശോധിച്ചു. അപ്പം പറഞ്ഞു അഞ്ജനയ്ക്ക് ഒരു അസുഖമില്ല, അഞ്ജനയുടെ തോന്നലാണ് എന്ന് പറഞ്ഞു. അപ്പം മോളെ എങ്ങനെയാണ് ഇത്രയും ഒരു റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരേ കണക്ക് കാലിൻ്റെ പാദം തൊട്ട് ഉച്ച വരെ ഒരേ കണക്ക് വെട്ടലും 2 പേര് കൂടി പിടിച്ചാണ്. കുറച്ച് നിൽക്കാൻ പോലും പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. 2 പേരും കൂടി ഇങ്ങനെ പിടിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഡോക്ടർ പറയുന്നു ഒരു അസുഖവും ഇല്ല എന്നാണ്. അപ്പോൾ അവസാനം ഡോക്ടർ പറഞ്ഞ് ഇത് അഞ്ജനയ്ക്ക് ഒരു അസുഖമില്ല, അത് അഞ്ജനയുടെ തോന്നലാണ്, അഞ്ജന കൂടുതൽ അഭിനയിക്കുന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ മോൾക്ക് ഇത്രയും അസുഖം കൊണ്ട് അഭിനയിക്കേണ്ട ഒരു കാര്യവുമില്ല. അവൾ ഇങ്ങനെ എന്തിനു വേദന തിന്ന് അഭിനയിക്കണം, ആരെ ബോധ്യപ്പെടുത്താൻ ഇല്ല. അപ്പം മോളെ കഴുത്തിലൊരു കൊന്തമാല ഉണ്ടായിരുന്നു, മുറുക്കെ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ജനയ്ക്ക് ഇനി ഇവിടെ ചികിത്സ ഒന്നുമില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുട്ടിയെ എങ്ങനെ ഞാൻ കൊണ്ടുപോകും, എവിടെ കൊണ്ടുപോകും, ആരുടെ അടുത്ത് കാണിക്കുകയെന്ന് ഞാൻ വിചാരിച്ച് തിരിച്ച് അതേപോലെ ഡോക്ടർ വൈകുന്നേരം അവിടെ കിടത്തിയിട്ട് ഒരു കുറവുമില്ല. പല ഡോക്ടർമാരും വന്ന് കണ്ടു. അപ്പോൾ അഞ്ജനയ്ക്ക് അസുഖമില്ല എന്ന് അവർ തീർത്ത് വിധി എഴുതി. ഇനി ഇവിടെ അഞ്ജനയ്ക്ക് ചികിത്സ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. രാത്രി ഒരു ഇവിടെ വന്ന ഒരാൾ എനിക്ക് ഈ ഉടമ്പടി ബുക്ക് തന്നായിരുന്നു. ഞാൻ അതുകൊണ്ട് മോളെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പിറ്റേന്ന് എൻ്റെ രാത്രി എൻ്റെ മനസ്സ് പറയും ഞാൻ ഇവിടെ വന്ന് മോളെയും കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനത്തിൽ പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അന്ന് തന്നെ ഞാൻ മോളെ ഒരു വണ്ടി വിളിച്ച് ഓക്സിജനോട് കൂടി ഇവിടെ കൊണ്ടുവരാമെന്ന് ഓക്സിജൻ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ടും ഓക്സിജൻ കൊടുക്കാതെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് മോളെ ഇവിടെ ഇരുത്തി. എൻ്റെ മൂത്ത മോളും ഉണ്ടായിരുന്നു, അവൾ മോളെ പിടിച്ചിരുന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ മുകളിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ മോളെ കഴുത്തിൽ ഒരു കൊന്തമാലയും കാശിരൂപവും ഒരു അമ്മ കൊണ്ട് തന്ന് അവളെ നെറ്റിയിൽ ഒരു തൈലവും ഉപ്പും കൊടുത്തെന്ന്. അവൾക്ക് വായിക്കകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തു, തൈലം നെറ്റിയിൽ കുരിച്ച് വരച്ച് കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷേ അത് ഞാൻ മോള് ഉടമ്പടി എടുത്തിട്ട് വന്നതിന് ശേഷം തന്നെ മോൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. ശരീരം ഇവിടെ നിന്ന് താഴോട്ട് നല്ലതുപോലെ അവൾ നിൽക്കുന്നു, പക്ഷേ തല മാത്രം ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മോളെ കൊണ്ടുപോയി പിറ്റേന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കണമായിരുന്നു. മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ട് അന്ന് മെൻ്റൽ പ്രഷറിന് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അത് കാണിച്ചിട്ട് ഡോക്ടർ അവിടെയും പറഞ്ഞു മോൾക്ക് ഒരു കുഴപ്പമില്ല, ഈ മരുന്നെല്ലാം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. കൊടുത്തിട്ട് അപ്പം എന്നാലും വെട്ടൽ മാറുന്നില്ല. മോള് വേദന എടുത്ത് ഭയങ്കര കരച്ചിലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയും മോളെ മാറി, നീ ധൈര്യമായിട്ടിരിക്കും, മാതാവ് എനിക്ക് മക്കൾക്ക് മാറ്റിത്തരൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ പത്രം അപ്പോഴത്തന്നെ വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ട് ഞാൻ ആ പത്രം ധൈര്യമായിട്ട് എല്ലാവർക്കും അവിടെ തന്നെ കൊടുത്ത് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മോളെ വെട്ടൽ മാറി, എല്ലാം മാറി. അവൾ നല്ലതുപോലെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നടന്ന് എൻ്റെ വീട്ടിൽ പോയി.
അതിനുശേഷം എൻ്റെ മോള് ഭയങ്കരമായിട്ട് എന്നാലും ഓക്സിജൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ മോൾ ഇത്രയും ഇത് മാറ്റി തന്നെങ്കിൽ ഇത് മാറ്റിത്തരുമെന്ന് വിശ്വസിച്ച് ഞാൻ അന്ന് മുതൽ വെള്ളിയും ചൊവ്വയും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് എന്ന് ഞാനും മോളും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്നും ഞാൻ വേലയിന് അത്രയും മരുന്നും ആശുപത്രിയിലും കൊടുക്കാനേ ഉള്ളൂ. എൻ്റെ വീട് അത്ര ദുരിതാവസ്ഥയാണ്. എന്നെ ഈ ആശുപത്രി പോക്കൊന്ന് കുറച്ച് തരണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. ഇപ്പം 2-3-4 മാസമായിട്ട് അതിന് ആശുപത്രി പോക്കില്ല. പക്ഷേ പോയാലും കിടത്താറില്ല. അപ്പോഴേ തിരിച്ച് മരുന്ന് തന്ന് വിടും. ഇപ്പോൾ 1-2 മാസമുണ്ട് ആശുപത്രിയിലും പോക്കില്ല. നല്ല രീതിയിൽ മോള് വന്ന് ഇപ്പോൾ ഇവിടെ ഓക്സിജൻ ഇല്ലാതെയാണ് ഇന്ന് മോളിവിടെ വന്നത്. ഉടമ്പടി എടുക്കുകയും ചെയ്തു. നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നു, എനിക്ക് ഇത്രയും ആക്കി തന്നതിന്. ഇനി ഞാൻ അമ്മയോട് കൂടുതൽ വിശ്വസിക്കുകയും അമ്മയുടെ വചനങ്ങൾ വായിക്കുകയും ചെയ്യും. അമ്മയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. മത്തായി 15:28 യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യം ഉള്ളവളായി. കാനാൻകാരി സ്ത്രീയോട് ഈശോ പറയുന്ന വാക്കുകളാണിത്. റിജി എന്ന ഈ അമ്മ ഈ മകൾക്ക് വേണ്ടി ഇവിടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാൻ വന്ന സാഹചര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 26 വയസ്സ് കഴിഞ്ഞ മകള്, 11ഓളം ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ മകള്, ഹൃദയരോഗം അത് പൂർണ്ണമായി സൗഖ്യപ്പെടില്ലെന്ന് ആദ്യം മുതൽ തന്നെ ഡോക്ടർമാർ പറഞ്ഞൊരു മകള്. ആ മകൾക്ക് 6-7 മാസം മുമ്പ് വന്ന ശരീരം മുഴുവനും വെട്ടുന്ന, അത് തല മുതൽ കാൽപാദം വരെ വെട്ടുകയും മറ്റൊരാൾക്ക് ഒന്ന് നിയന്ത്രിച്ച് നിർത്തുവാൻ പോലും ആവാത്ത വിധം വലിയ വേദനയോടുകൂടി വളരെ ക്ലേശത്തോടു കൂടി ജീവിതം കടന്നുപോയ ദിവസങ്ങളെയാണ് സഹോദരി പറയുന്നത്. അത് ആശുപത്രിയിൽ കൊണ്ടുചെന്നിട്ട് അതിന് പ്രത്യേകിച്ച് രോഗകാരണം കണ്ടെത്തുകയോ മരുന്ന് കൊടുത്ത് സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുകയോ ചെയ്യുന്നില്ല. ഇടയ്ക്കെങ്കിലും വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ വാക്കുകളും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് മകളുടെ അഭിനയമാണെന്ന്. അത്ര കണ്ട് മാനസിക വേദനയോടുകൂടിയാണ് ഈ ശരീരം മുഴുവനും നിരന്തരം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രോഗത്തിൻ്റെ സൗഖ്യം എങ്ങനെ ഉണ്ടാകുമെന്ന് കരുതി വേദനിക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതും. അങ്ങനെ മകളെ ആ രോഗക്കിടക്കയിൽ തന്നെ ഇവിടെ അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് തൊട്ടടുത്ത ദിവസം കൊണ്ടുവരുന്നതും. ഇവിടെ കൊണ്ടുവരുമ്പോഴും വളരെയധികം ക്ലേശത്തോടു കൂടിയാണ് മകൾ വരുന്നത്. ശരീരം വെട്ടുന്ന രോഗത്തോടു കൂടി ഇവിടെ എത്തുന്നു. അമ്മ മുകളിൽ ഉടമ്പടി എടുക്കുവാൻ പോകുമ്പോൾ സഹോദരിയോടൊപ്പം താഴെ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന സമയത്ത് ആരോ ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഉപ്പും തേനും മകൾക്ക് കൈമാറുന്നു, മറ്റൊരു കാശുരൂപവും കൈമാറുന്നു. അതോടുകൂടി ആ വെട്ടിക്കൊണ്ടിരുന്നതിന് വളരെയധികം മാറ്റം ആ നിമിഷങ്ങളിൽ തന്നെ സംഭവിക്കുന്നു. പിന്നീട് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തിരികെ പോയി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ശരീരത്തിൻ്റെ വെട്ടൽ മാറിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക. സ്ഥിരമായി ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു മകൾ കൂടിയാണ്. ആ ഓക്സിജൻ ഉപയോഗിക്കുന്നതിൽ നിന്നും സിലിണ്ടർ മാറ്റി സ്വസ്ഥമായി ശ്വസിക്കുവാൻ പറ്റുന്ന കാര്യത്തിലേക്കും മകളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതിനെയാണ് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. വളരെ ദയനീയമായ, ഗുരുതരമായ, എപ്പോഴും ശ്രദ്ധ ആവശ്യമുള്ള ക്ലേശകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പൂർണ്ണമായി ശരണപ്പെട്ട് മറ്റെങ്ങും ആശ്രയമില്ലാതാകുമ്പോൾ, മറ്റൊരു മരുന്നും ഫലിക്കാതെ വരുമ്പോൾ അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളാണ് ഔഷധമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെയാണ് ഈ അമ്മയും മകളും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ഇന്ന് മകൾ ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ മകളായി ജീവിതത്തെ പുനഃക്രമീകരിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള സന്തോഷം, അത് പുതിയ ജീവിതം തുടങ്ങുന്നതിന് കൂടി ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. ഈ കുടുംബത്തിന്, ഈ വലിയ സൗഖ്യത്തിന് ഈ മകൾക്ക് നൽകിയതിനെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.